കോട്ടയം പള്ളിക്കത്തോട്ടിൽ യുവാവിന്റെ കൊലപാതകത്തിൽ ഭാര്യയ്ക്കും പങ്കെന്ന് പോലീസ്. യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കാമുകനൊപ്പം കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കത്തോട് പാതുവ തെക്കേക്കുന്നിൽ രതീഷാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. രതീഷിന്റെ കൊലപാതകത്തിൽ അകലക്കുന്നം ആലേക്കുന്നേൽ വീട്ടിൽ ശ്രീജിത്ത് എം.ജിയെ കഴിഞ്ഞ ദിവസം പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലാണ് കൊല്ലപ്പെട്ട രതീഷിന്റെ ഭാര്യ അകലക്കുന്നം എസ്.സി. കോളനി തെക്കേക്കുന്നേൽ വീട്ടിൽ മഞ്ജു ജോണിനെയും അറസ്റ്റ് ചെയ്തത്. മഞ്ജുവും പ്രതിയായ ശ്രീജിത്തും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ശ്രീജിത്തും രതീഷും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടയിൽ മഞ്ജു വിദേശത്തേക്ക് പോയി. ഇതിനുശേഷവും ഇരുവരും തമ്മിൽ ഫോണിലൂടെ ബന്ധം തുടർന്നു. സംഭവ ദിവസം ഒരു മരണവീട്ടിൽ വെച്ച് ശ്രീജിത്ത് രതീഷിനെ കണ്ടു. ഇത് മഞ്ജുവിനെ മെസ്സേജ് അയച്ചറിയിക്കുകയും ചെയ്തു. എനിക്കവനെ ഇഷ്ടമാകുന്നില്ല, ഞാൻ എന്തു ചെയ്യണം എന്ന ശ്രീജിത്തിൻ്റെ ചോദ്യത്തിന് നീ എന്തേലും ചെയ് എന്ന മറുപടിയാണ് മഞ്ജു നൽകിയത്. ഇതോടെ രതീഷിനെ കൊലപ്പെടുത്താൻ ശ്രീജിത്ത് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് രാത്രിയിൽ ശ്രീജിത്ത് രതീഷിനെ കമ്പും വടിയുമടക്കം ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കേസ്. കൊലപാതക വിവരമടക്കം ശ്രീജിത്ത് മഞ്ജുവിനെ ചാറ്റിങ്ങിലൂടെ അറിയിച്ചിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിവരമടക്കം മഞ്ജു ശ്രീജിത്തിന് മെസ്സേജ് ചെയ്തു. ഈ സമയം ശ്രീജിത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഒടുവിൽ മഞ്ജു നാട്ടിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മാറി നിന്ന് മാത്രം മൃതദേഹം കണ്ടാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം തെളിഞ്ഞത്. തുടർന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, കോട്ടയം.